അതായത് ജനിച്ച അന്ന് തൊട്ട് നമ്മളെല്ലാവരും കേൾക്കുന്നൊരു കാര്യമാണ്, ഇത് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു വേദനയാണ്, ഇത് സഹിച്ചേ പറ്റുള്ളൂ. ഇതൊക്കെ പക്ഷേ പല സമയങ്ങളിൽ ഈ വേദന നമുക്ക് സഹിക്കാൻ പറ്റില്ലാത്തതിലും അപ്പുറമാണ്. അപ്പം ഈ ഒരു ചിന്താഗതിയെ എങ്ങനെയാണ് ലേഡി ഡോക്ടർ മാറ്റാൻ ശ്രമിക്കുന്നത്? ലേഡി ഡോക്ടറിൽ ഇത് അറ്റൻഡ് ചെയ്യുന്ന രീതി, ഈ വേദന എന്ന് പറയുന്ന ഒരു സംഭവം സ്വാഭാവികമായിട്ടും ഓരോ പ്രോസസ്സിനും ആനുപാതികമായിട്ടുള്ള വേദനകളുണ്ടാകാം. അതിൽ കൂടുതലാവുമ്പോഴാണ് അതൊരു മെഡിക്കൽ അറ്റൻഷൻ ആവശ്യമായിട്ടുള്ള അവസ്ഥ വരുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റ് പ്രൊസീജിയേഴ്സ് എന്താണ്, ഫിസിക്കൽ പ്രൊസീജിയേഴ്സ് എന്താണ്, അത് ആ സമയത്ത് ഉണ്ടാകാവുന്ന ശാരീരിക അവസ്ഥകൾ എന്തൊക്കെയാണ്, ആ സമയത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഒരു കാലഘട്ടത്തിന് മുമ്പൊക്കെ അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കൂട്ടുകുടുംബങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് നമ്മൾ ഈ ന്യൂക്ലിയർ ഫാമിലിയൊക്കെ ആകുകയും ഇപ്പോൾ ആരെങ്കിലും പറഞ്ഞാൽ പോലും ഇന്നത്തെ കാലത്തെ കുട്ടികൾ എല്ലാത്തിനും ഉത്തരം ഓൺലൈനിൽ തേടുകയും ചെയ്യുന്ന സമയത്ത് അതിന് ഓൺലൈനിൽ എന്തും വരുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഓൺലൈനിൽ കിട്ടുന്ന ഉത്തരങ്ങൾ ആധികാരികമാണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക്, ഇന്നത്തെ ജനറേഷൻ ഇതിനൊക്കെ ഉത്തരം തേടുന്ന ഒരു സ്പേസിലേക്ക് നമ്മൾ ഒതൻറ്റിക് ആയിട്ടുള്ള ഉത്തരങ്ങളുമായിട്ട് നമ്മളെ തന്നെ പ്ലേസ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ചോദ്യം, അതായത് ഈ വേദന ഒരു പാർട്ട് ഓഫ് ഇറ്റ് ആണ് എന്നുള്ളത് എങ്ങനെ ഡിഫൈൻ ചെയ്യും? നോർമൽ ഹെൽത്തി ആയിട്ടുള്ളതാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ബിയറബിൾ സാധനങ്ങളായിരിക്കും. ഒരു പക്ഷേ അത് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള സമയമാണെങ്കിൽ അത് മെഡിക്കൽ അറ്റൻഷൻ ആവശ്യമുള്ളതാണ്. ഇത് രണ്ടും തിരിച്ചറിയാൻ ഇമ്മീഡിയറ്റ്ലി ഒരു ഫോൺ കോളിൽ കൂടെ പറ്റുന്നൊരു സംവിധാനമാണ് ലേഡി ഡോക്ടർ. ലേഡി ഡോക്ടർ ഒരു ബ്രാൻഡല്ല, മറിച്ച് ഇപ്പോൾ സാറ് പറഞ്ഞു ഇതൊരു മൂവ്മെൻറ്റ് കൂടിയിട്ടാണെന്ന്. അപ്പം നാളെ ഇതിലേക്ക് എത്ര പേര് സപ്പോർട്ടീവായിട്ട് വരും, അല്ലെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീകൾ, എല്ലാവരുടെ സപ്പോർട്ടും സാർ പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ സ്ത്രീകളുടെ പല പ്രശ്നങ്ങൾക്കും മുമ്പേ ചോദിച്ച പോലെ തന്നെ പെയിനോ അങ്ങനത്തെ കാര്യങ്ങളോ ഉള്ള അവസരങ്ങളിൽ ഇമ്മീഡിയറ്റ് സൊല്യൂഷൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ പല സിസ്റ്റത്തിലും ഉണ്ട്, പക്ഷേ അത് ലോങ് ടൈം സസ്റ്റൈനബിൾ സൊല്യൂഷൻസ് ആണോ എന്നുള്ളിടത്താണ് നമ്മുടെ ലേഡി ഡോക്ടർ എന്ന് പറയുന്നിടത്തെ ആൻസേഴ്സ് പ്രസക്തമാകുന്നത്. കാരണം ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ ഈ പ്രൊസീജിയേഴ്സാണ്. ഇപ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് ഒരു ദിവസം മാറിയാൽ തന്നെ എന്തെങ്കിലും അബ്നോർമൽ ആണോ എന്നുള്ളൊരു പേടി വരുന്ന അവസ്ഥയാണ്. അതങ്ങനെയല്ല, ഇതിനൊരു കൃത്യം സൈക്കിളുണ്ട്. ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ഫിസിക്കൽ സ്ട്രക്ചർ അനുസരിച്ചിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ വരാം. ഇങ്ങനത്തെ കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കിയാൽ തന്നെ ആൾക്കാർ പാനിക്കാകുന്ന ഒരവസ്ഥയോ ഇമ്മീഡിയറ്റ് എന്തെങ്കിലും പെയിൻ കില്ലേഴ്സ് വാങ്ങിക്കുന്ന അവസ്ഥകളോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലേക്ക് റഷ് ചെയ്യുന്ന അവസ്ഥകളോ ഒക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പം കൃത്യമായിട്ട് ഈ ഒരു ഇൻഫോർമേഷൻ കൊടുക്കുന്ന സെൻറ്റേഴ്സായിട്ട് ഇതിനെ മാറ്റിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ എല്ലാ ഫീമെയിൽസിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും. എന്ന് പറയുമ്പോൾ 100% ഫീമെയിൽസിന് ഇമ്മീഡിയറ്റ്ലി അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിട്ട് മാറ്റുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ആ ട്രെൻഡാണ് നമ്മൾ കണ്ടുവരുന്നത്.